നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംരക്ഷണ പദ്ധതികൾ പ്രയോജനം ചെയ്തില്ല. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം 2.5 കിലോമീറ്റർ നീളത്തിലാണ് ചെളിയും മണ്ണും നിറഞ്ഞ് നികന്നത്. ഓണാട്ടുകരയുടെ സ്വന്തം ജലരാജനാകാൻ പള്ളിക്കൽ ചുണ്ടൻ. ചുണ്ടന്റെ നിർമ്മാണത്തിനായി അവലോകന യോഗം. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. 2027 നെഹ്റു ട്രോഫിക്ക് മുമ്പായി നീറ്റിലിറക്കാൻ ശ്രമം. സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം ഡോക്ടർ സോണി ചെറിയാന് സമ്മാനിച്ചു. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. മന്ത്രി PC വിഷ്ണുനാഥ് അവാർഡ് സമ്മാനിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം 2.5 കിലോമീറ്റർ നീളത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ് നികന്ന അവസ്ഥയിലാണ്. അഷ്ടമുടി കായലിനെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് കായലും തകർച്ച നേരിടുന്നത്. അഷ്ടമുടി കായലിന്റെ സംരക്ഷണത്തിനായി ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന സന്ദേശമുയർത്തി വലിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കായലിന്റെ പല ഭാഗത്തും സൗന്ദര്യവൽക്കരണവും നടത്തി. ലക്ഷങ്ങൾ ഇതിനായി ചെലവഴിച്ചു. എന്നാൽ കായലിന്റെ 2.5 കിലോമീറ്റർ ഭാഗം ഇപ്പോൾ നികരുന്ന സ്ഥിതിയാണ്. മാലിന്യങ്ങൾ തള്ളി കൂമ്പാരമായി മാറിയ സ്ഥിതിയും ഇവിടെയുണ്ട്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിക്ക് ശേഷം യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ അഷ്ടമുടി കായലിൽ നടത്തിയിട്ടില്ല. ആദ്യകാലങ്ങളിൽ ലക്ഷങ്ങൾ വിനിയോഗിച്ചാണ് ആധുനിക ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിന്നും ചെളി നീക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കാണാമറയത്തായി. കായൽ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കോർപ്പറേഷൻ എന്നിവർ വൻതുക ചെലവഴിച്ചു. എന്നാൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും കായലിന്റെ സംരക്ഷണത്തിന് ഉതകുന്നതല്ല എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അഷ്ടമുടി കായലിന്റെ നവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഷ്ടമുടി കായലിലൂടെ ഹൗസ് ബോട്ടിൽ വിനോദസഞ്ചാര യാത്ര നടത്തിയതല്ലാതെ കൊല്ലം കോർപ്പറേഷന്റെ മുൻ ഭരണാധികാരികൾ ഈ അഷ്ടമുടി കായലിന്റെ നവീകരണ പ്രവർത്തനത്തിന് യാതൊന്നും ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേര് പറഞ്ഞുകൊണ്ട് കൊല്ലം കോർപ്പറേഷനിൽ അഷ്ടമുടി കായലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേന്ദ്ര ഫണ്ട് അടക്കം അടിച്ചു മാറ്റിയിട്ടും അഷ്ടമുടി കായലിന്റെ യഥാർത്ഥ നവീകരണത്തിന് വേണ്ടിയിട്ട്, ജൈവ വൈവിധ്യമാർന്ന അഷ്ടമുടി കായലിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ല എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ആശ്രാമം ലിങ്ക് റോഡിലൂടെയുള്ള മനുഷ്യന്റെ ദുസ്സഹമായിട്ടുള്ള യാത്ര അത്രയും വ്യാപകമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് ഇന്ന് അഷ്ടമുടി കായൽ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ 61 ചതുരശ്ര മീറ്റർ ഉണ്ടായിരുന്ന അഷ്ടമുടി കായൽ ഇന്ന് 30 ചതുരശ്ര മീറ്ററിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. ഏകദേശം 2.5 കിലോമീറ്ററോളം അഷ്ടമുടി കായൽ ഇന്ന് നികന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ നടത്തിയ കോർപ്പറേഷന്റെ മുൻ ഭരണാധികാരികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. കായൽ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും നടന്നിട്ടില്ല. അഷ്ടമുടി കായലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് കായൽ സംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അഷ്ടമുടി കായൽ സംരക്ഷണം എന്ന പേരിൽ മാമാങ്കം നടത്തിയിട്ടും അഷ്ടമുടി കായൽ ഇപ്പോൾ പഴയതിലും ശോചനീയമായ അവസ്ഥയിലാണ് അതിൻ്റെ അവസ്ഥ. അഷ്ടമുടി ബോട്ടിയുടെ അടുത്ത്, അതായത് ബിവറേജ് ഔട്ട്ലെറ്റിലോട്ട് പോകുന്ന ഭാഗങ്ങളിലെല്ലാം മണ്ണും എക്കലും ചെളിയും ചേർന്ന് കിലോമീറ്ററുകളോളം പ്രദേശം നികന്നിരിക്കുകയാണ്. അഷ്ടമുടിയുടെ നവീകരണത്തിന് വേണ്ടി കോടികളാണ് ഈ സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയത്. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് അഷ്ടമുടി കായൽ ഡ്രഡ്ജ് ചെയ്തത്. അതോടൊപ്പം തന്നെ അഷ്ടമുടി കായലിൻ്റെ വിവിധ പ്രദേശങ്ങളായി സൗന്ദര്യവൽക്കരണം എന്ന പേരിലും കോടിക്കണക്കിന് രൂപ ചെലവാക്കി. അഷ്ടമുടി കായലിൻ്റെ തീരത്തെ കക്കൂസ് മാലിന്യങ്ങൾ വരെ പുറത്തേക്ക് തള്ളുന്നത് ഒഴിവാക്കുന്ന പദ്ധതിയിൽ പോലും കോടികളാണ് ചെലവിട്ടത്. എങ്കിൽ പോലും അഷ്ടമുടി കായലിൽ ഇന്നും തീരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓണാട്ടുകരയുടെ സ്വന്തം ജലരാജനാകാൻ എത്തുന്നു പള്ളിക്കൽ ചുണ്ടൻ. വള്ളംകളി പ്രേമികളുടെ ദീർഘകാലത്തെ ആഗ്രഹ സഫലീകരണമായാണ് ചുണ്ടന്റെ നിർമ്മാണം. ഇതിനായി അവലോകന യോഗം ചേർന്നു. പള്ളിക്കിലാറിന്റെ പേരാണ് ചുണ്ടനും നൽകുന്നത്. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം നെഹ്റു ട്രോഫിക്ക് മുമ്പായി വള്ളം നീറ്റിലിറക്കാനാണ് ശ്രമമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വള്ളംകളി പ്രേമികളുടെ ദീർഘകാല ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഓണാട്ടുകരയ്ക്ക് സ്വന്തമായൊരു ചുണ്ടൻ. കൊല്ലം ജില്ലയിലെ ജലമേളകളായ പ്രസിഡന്റ്സ് ട്രോഫി, കല്ലട ജലോത്സവം, കന്നേറ്റി ജലോത്സവം എന്നിവയിലൊന്നും
കൊല്ലം ജില്ലയ്ക്ക് സ്വന്തമായൊരു വള്ളം മത്സരത്തിനിറങ്ങുന്നില്ല എന്ന നിരാശയ്ക്ക് പരിഹാരമായാണ് പള്ളിക്കൽ ചുണ്ടൻ നിർമ്മിക്കുന്നത്. ഇതിനായി കരുനാഗപ്പള്ളിയിൽ അവലോകന യോഗം ചേർന്നു. പള്ളിക്കലാറിന്റെ പേര് തന്നെ ചുണ്ടന് നൽകാനും തീരുമാനിച്ചു. കൊല്ലം ജില്ലയിൽ നല്ലവരായ കുറേ നാട്ടുകാർ ഇവിടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു നമുക്ക് ഇവിടെ ഒരു ചുണ്ടൻ വള്ളം പണിയുക എന്നുള്ളത്. 1996 നമ്മുടെ ഒരു ചുണ്ടൻ വള്ളം കന്നേറ്റി കായലിൽ കളിക്കാൻ വരുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് നമുക്കൊരു ചുണ്ടൻ വള്ളം പണിയുക എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് നാളിന് മുമ്പ് ഒരു തീരുമാനമെടുത്തിരുന്ന ഒരു ചുണ്ടൻ വള്ളം പണിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞങ്ങൾ 2025 ഒരു കരുനാഗപ്പള്ളി താലൂക്കിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളെയും വിളിച്ച് ഞങ്ങളൊരു പൊതുയോഗം കൂടുകയും കരുനാഗപ്പള്ളി ഗസ്റ്റ് ഹൗസിൽ വെച്ചൊരു പൊതുയോഗം കൂടുകയും അതിനകത്ത് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു ചുണ്ടൻ വള്ളം പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു ചുണ്ടൻ വള്ളം പണിയാൻ തീരുമാനിച്ചു. ആ വള്ളത്തിൻ്റെ പേരാണ് പള്ളിക്കൽ ചുണ്ടൻ. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. 2027 നെഹ്റു ട്രോഫിക്ക് മുമ്പായി വള്ളം നീറ്റിറക്കാനാണ് ശ്രമം. നിർമ്മാണത്തിനാവശ്യമായ തടി 30 കരുനാഗപ്പള്ളിയിൽ എത്തിക്കും. 31 ഘോഷയാത്രയായി നിർമ്മാണ സ്ഥലത്ത് തടി എത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 100ലധികം വർഷം പഴക്കം ചെന്ന ആഞ്ഞിലിത്തടിയാണ് നിർമ്മാണത്തിന് വേണ്ടത്. മലയോര പ്രദേശത്ത് നിന്ന് 150 ഇഞ്ച് വണ്ണവും 50 അടിയിലേറെ ഉയരവുമുള്ള തടിയാണ് ഇതിനായി കണ്ടെത്തിയത്. ഒരു 150 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ആഞ്ഞിലിത്തടി ഏകദേശം 148-150 ഇഞ്ച് വണ്ണമുള്ളതും 45 മുതൽ 50 അടി ഉയരമുള്ള ആഞ്ഞിലിത്തടികൾ. അതിനുവേണ്ടി തന്നെ നമ്മുടെ ഈ പ്രവർത്തകർ, അതായത് ഈ കമ്മിറ്റി അംഗങ്ങൾ ഹൈറേഞ്ച് മേഖലയിലെ പാല ആ സൈഡിലൊക്കെ പലതവണ പോയി വർക്കൗട്ട് ചെയ്ത് പല തടികൾ പോയി കണ്ടു. അങ്ങനെ അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ തടി 30-ാം തീയതി പാലയിൽ നിന്നും കരുനാഗപ്പള്ളി പള്ളിക്കൽ ചുണ്ടൻ വള്ള സമിതി വള്ളം പണി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് 30-ാം തീയതി കൊണ്ടുവന്നാൽ അത് രാത്രിയിൽ നമ്മുടെ ലാലാജിമുക്കിൽ സ്റ്റേ ചെയ്തതിന് ശേഷം 31-ാം തീയതി ഏകദേശം ഒരു 10:30-11 മണിയാവുമ്പോൾ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA കൂടിയായ ശ്രീ CR മഹേഷിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല ഒരു ഘോഷയാത്ര, അതായത് ശിങ്കാരിമേളം, കൈകൊട്ടിക്കളി, ഒരു ബാൻഡ് മേളം ഇത്യാദി ഇതിനോടുകൂടി ചേർന്ന് അതിനെ ഒരു നല്ലൊരു ഘോഷയാത്രയായിട്ട് വള്ളം പണി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ 31-ാം തീയതി ഉദ്ദേശിക്കുന്നത്. എടത്വ സാബു നാരായണനാശാരിയുടെ നേതൃത്വത്തിലാണ് ജോലികൾ. ജൂൺ മാസത്തിൽ നിർമ്മാണം ആരംഭിച്ച് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം. 130 അടി നീളമുള്ള വള്ളത്തിൽ 110 തുഴക്കാർക്ക് തുഴയാനുള്ള സൗകര്യമുണ്ടാകും. 1100 ക്യൂബിക് അടി തടിയാണ് നിർമ്മാണത്തിന് വേണ്ടിവരിക. അച്ചു നിർമ്മാണത്തിനായി 250 ക്യൂബിക് അടി മാവിൻ തടിയും ഉപയോഗിക്കും. പള്ളിക്കൽ ചുണ്ടൻ സമിതിക്ക് വേണ്ടി ഷെയറുകളും മെമ്പർഷിപ്പും സ്വീകരിച്ച് ആവശ്യമായ തുക കണ്ടെത്താനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നതെന്ന് സമിതി പ്രസിഡന്റ് മുരളീധരൻ ചൈതന്യ, സെക്രട്ടറി നിസാർ മീനത്തേതിൽ, തമ്പാൻ, അൻവർ ആശ്വാസ്, രാജീവ് കന്നേൽ കിഴക്കതിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാലിന്യം തള്ളാനെടുത്ത കുഴിയിൽ തെരുവ് നായ്ക്കൾ കുടുങ്ങി. അഗ്നിരക്ഷാ സംഘം എത്തിയാണ് നായ്ക്കളെ രക്ഷപ്പെടുത്തിയത്. ശാസ്താംകോട്ട രാജഗിരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ പരിസരത്താണ് മാലിന്യം നിക്ഷേപിക്കാനായി വലിയ കുഴികൾ എടുത്തത്. മാലിന്യം തള്ളാനായി ശാസ്താംകോട്ട രാജഗിരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ പരിസരത്താണ് വലിയ കുഴികൾ എടുത്തത്. ഈ കുഴികളിലാണ് 3 തെരുവു നായ്ക്കൾ കുടുങ്ങിയത്. കുഴികൾ ആഴമുള്ളതായിരുന്നതിനാൽ നായ്ക്കൾക്ക് പുറത്തേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. പഞ്ചായത്ത് അംഗം ശരത് SP നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഇവരുടെ ഇടപെടലിലാണ് 3 നായ്ക്കളെയും പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ആവശ്യമായ സഹായം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെഡ് ആന്റണി, പഞ്ചായത്ത് അംഗം ശരത് SP തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി ഡോക്ടർ സോണി ചെറിയാന് സമ്മാനിച്ചു. മന്ത്രി PC വിഷ്ണുനാഥാണ് പുരസ്കാരം സമ്മാനിച്ചത്. ടിബറ്റൻ താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്നോ ലോട്ടസ് എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാ പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. 13ാമത് സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരമാണ് പള്ളിമൺ ഗ്രീൻ കാമ്പസിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. സാഹിത്യകാരിയും റിട്ടയർഡ് കമാൻഡറുമായ ഡോക്ടർ സോണിയ ചെറിയാനാണ് പുരസ്കാരം ലഭിച്ചത്. മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ഈ സ്കൂള്
ഓഡിറ്റോറിയത്തിൽ ഈ കാലത്തിനിടയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ നവം സാംസ്കാരിക ഉത്സവത്തിൻ്റെ അടക്കമുള്ള അദ്ദേഹത്തെയും സിദ്ധാർത്ഥ ഫൗണ്ടേഷനെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ പ്രധാനമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള നമ്മുടെ പുരോഗതി ഒക്കെ വിലയിരുത്തി വികസനത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന സന്തോഷം ആ രാജ്യങ്ങളുടെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട അളവുകോലാണ്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഈ സ്നോ ലോട്ടസ് ഈ വർഷത്തെ സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരത്തിന് ആയി തിരഞ്ഞെടുത്തത്. ഞാൻ സോണിയ ചെറിയാനെ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവരുടെ ഈ പുരസ്കാര ലബ്ധിയിൽ കുണ്ടറയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. ടിബറ്റൻ താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിൽ 8 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട ഗോവ എന്ന കുട്ടിയുടെ അന്വേഷണത്തിന്റെ കഥയാണ് സ്നോ ലോട്ടസ്. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതം പറഞ്ഞു. നിരൂപകൻ പ്രസന്ന രാജൻ, ഫൗണ്ടേഷൻ ചെയർമാൻ സജീവ് മംഗലത്ത, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഹേശ്വരി, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന നാസിമുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ വേണുഗോപാൽ, ഗോപിക, ഓമനക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു. പ്രിൻസിപ്പൽ രോഹിണി വിയൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോഷ്ടാക്കൾ അറസ്റ്റിൽ. കൊട്ടാരക്കര നെടുവത്തൂരിലെ കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചവരാണ് അറസ്റ്റിലായത്. എഴുകോൺ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ ഫോണുകളും ഇവർ മോഷ്ടിച്ചു. പന്തളം ഇലവന്തിട്ട സ്വദേശി എബൻ, കൂരമ്പാല സ്വദേശി അജികുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. പന്തളം ഇലവുംതിട്ട നെടുമ്പൊയ്ക മേലതിൽ 25-കാരനായ യബൻ, പന്തളം കുരമ്പാല തെങ്ങുംവിളയിൽ 22-കാരനായ അജികുമാർ എന്നിവരാണ് മോഷണക്കേസിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ 20-ന് പുലർച്ചെ കൊട്ടാരക്കര നെടുവത്തൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് 4 ഫോണുകൾ ഇവർ കവർന്നു. എഴുകോൺ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ 6 മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചു. ഇവരിൽ നിന്നും 10-ലേറെ ഫോണുകളും 30-ലേറെ മൊബൈൽ ഫോൺ ബാറ്ററികളും ഹെഡ്ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മൊബൈലിനൊപ്പം പതിവായി ഇവർ ബൈക്കും മോഷ്ടിക്കാറുണ്ടെന്ന് പോലീസ് പറയുന്നു. ഒരു ബൈക്കും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരോടൊപ്പം മോഷണത്തിന് സഹായിച്ച പ്രായപൂർത്തിയാകാത്ത 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എഴുകോൺ SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷാനവാസ്, അജേഷ്, CPO-മാരായ കിരൺ, റോഷ്, അഭിജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ നടന്നു. ഫോൺ നമ്പർ മാത്രം നൽകി അനധികൃത സ്വർണ്ണ വ്യാപാരം ചെയ്യുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ ചൂണ്ടിക്കാട്ടി. ജൂലൈ 3 മുതൽ 5 വരെ കേരള ജ്വല്ലറി ഇന്റർനാഷണൽ ഫെയർ റോഡ് ഷോ അങ്കമാലിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫോൺ നമ്പർ മാത്രം നൽകി കേരളമൊട്ടാകെ പരസ്യം ചെയ്ത് അനധികൃത സ്വർണ്ണ വ്യാപാരം ചെയ്യുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും നികുതി ചോർച്ചയ്ക്ക് പ്രധാന കാരണം ഇത്തരം സമാന്തര സ്വർണ്ണ വ്യാപാരമാണെന്നും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ പറഞ്ഞു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് കള്ളക്കടത്ത് പൂർവാധികം ശക്തമാക്കും. ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശമുള്ള സ്വർണം പുനരുപയോഗിക്കുന്നതിനുള്ള നയം രൂപീകരിച്ചാൽ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും വിദേശ നാണ്യം വർദ്ധിപ്പിക്കാനും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ ജില്ലാ കമ്മിറ്റി ഇവിടെ ശ്രീ B. പ്രേമാനന്ദ് പ്രസിഡന്റ് ആയതിനു ശേഷം ഏതാണ്ട് 9 മാസം കഴിഞ്ഞിരിക്കുക. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ പ്രേമാനന്ദ് വളരെ കൂടുതൽ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അത് സംസ്ഥാന കമ്മിറ്റി ഇടുന്ന പരിപാടികൾ നടപ്പാക്കുന്നതിനൊരു സംഘടനാ സംവിധാനം എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റി ബാധ്യസ്ഥരാണ്. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും നമ്മൾ കൃത്യമായി അവലോകനം ചെയ്യുമ്പോൾ
എത്ര ജില്ലാ കമ്മിറ്റികൾ ഇതേപോലെ കൂടി ഈ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ ഒരു വിശകലനം നടത്തുന്നത് നന്നായിരിക്കും. ജില്ലാ പ്രസിഡന്റ് ബി പ്രേമാനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പളനി, ജില്ലാ ട്രഷറർ എസ് സാദിഖ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നവാസ് പുത്തൻവീട്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ നാസർ പോച്ചയിൽ, കണ്ണൻ മഞ്ജു, ഖലീൽ കുരുമ്പേലിൽ, അബ്ദുൾ റസാഖ് രാജധാനി, ആർ ശരവണശേഖർ, ജില്ലാ ഭാരവാഹികളായ രാജീവൻ ഗുരുകുലം, നൌഷാദ് പണിക്കശ്ശേരി, അഡ്വക്കേറ്റ് സുജിത് ശില്പ, കൃഷ്ണദാസ് കാഞ്ചനം, വിജയൻ പുനലൂർ, പ്രദീപ് ഓച്ചിറ, തുളസീധരൻ കടക്കൽ, അഡ്വക്കേറ്റ് രഞ്ജു കാർത്തിക, ഇസ്മായിൽ മാർവൽ, ഷാജഹാൻ പവിഴം തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 3, 4, 5 തീയതികളിൽ അങ്കമാലി അഡപ്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ കേരള ജ്വല്ലറി ഇന്റർനാഷണൽ ഫെയർ റോഡ് ഷോ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൊഴിൽ വകുപ്പിന്റെ ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പണിപ്പുരയിലാണ് സർക്കാരെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. തോട്ടം തൊഴിലാളികളുടെ പാർപ്പിടം നവീകരിക്കും, അംഗനവാടി മെനു പരിഷ്കരിക്കും, കൊല്ലം ജില്ലാ ആശുപത്രിയെ രോഗി സൗഹൃദ ആശുപത്രിയാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ വകുപ്പിന്റെ ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പണിപ്പുരയിലാണ് സർക്കാരെന്നും ജനോപകാരപ്രദമായി വകുപ്പുകൾ കൊണ്ടുപോകുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. തോട്ടം തൊഴിലാളികളുടെ പാർപ്പിടം നവീകരിക്കും, കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് ഉറപ്പാക്കും, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം സുതാര്യമാക്കും, പ്രാദേശികമായി പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും പാൽ വില വർദ്ധിപ്പിച്ച് കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടിനോട് യോജിപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. വൈവിധ്യങ്ങളായ മറ്റ് സാധ്യതകൾ തേടും, അംഗനവാടി മെനു പരിഷ്കരിക്കും, സുരക്ഷിതമായ അംഗനവാടി കെട്ടിടങ്ങൾ ഒരുക്കും, പ്രത്യേക സമിതി ഇതിനെക്കുറിച്ച് പഠിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സങ്കീർണമായ നിയമപരവും ഔദ്യോഗികമായ പ്രശ്നങ്ങളുള്ള സമയത്താണ് തൊഴിൽ വകുപ്പിന്റെ ചുമതല ലഭിക്കുന്നത്. നമുക്കൊന്നും പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. മുൻപ് തൊഴിൽ വകുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളി അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു വകുപ്പായി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൊഴിൽ നിയമങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് 4 കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിമെന്റിങ് സമയമാണിപ്പോൾ. കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. കേരള സർക്കാർ അതിനുള്ള ചട്ടങ്ങൾ നിർമ്മിക്കുന്ന ആ പണിപ്പുരയിലാണ്. ജനോപകാരപ്രദമായി എങ്ങനെ ഈ വകുപ്പുകളെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ മീറ്റിംഗ് നടന്നു. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിലുണ്ടായ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പ്ലാന്റേഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കീഴിൽ പ്ലാന്റേഷനിലെ ലയങ്ങളിലെ തൊഴിലാളികൾ, അത് ഇടുക്കിയിലായാലും ഇവിടെ നമ്മുടെ നാട്ടിലായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശോചനീയാവസ്ഥയിലാണ് അവിടെയൊക്കെ തൊഴിലാളികൾ താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷനോടുകൂടി ചെയ്യണം. കൊല്ലം ജില്ലാ ആശുപത്രിയെ രോഗി സൗഹൃദ ആശുപത്രിയാക്കും, വിക്ടോറിയ ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതാക്കും, കൂട്ടിമുട്ടാത്ത ജില്ലയിലെ പാലങ്ങളെ കൂട്ടിമുട്ടിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കട്ടച്ചൽ ജലസംഭരണി പരിസരം കാടുമൂടുന്നു. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസംഭരണി നിർമ്മിച്ചത്. 30 സെന്റ് സ്ഥലം പൂർണ്ണമായും കാടുമൂടിയ നിലയിലാണ്. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടച്ചൽ ജലസംഭരണി നിർമ്മിച്ചത്. ഇതിന്റെ പരിസരമാണ് കാടുമൂടുന്നത്. 30 സെന്റ് വരുന്ന പുരയിടം പൂർണ്ണമായും കാട് കയറുന്ന സ്ഥിതിയാണ്. ഇഴജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും ശല്യം പ്രദേശത്ത് വ്യാപകമാണ്. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതി ലക്ഷ്യമിട്ടാണ് 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മിച്ചത്. 500 ഗാർഹിക കണക്ഷനുകളും 6700 മീറ്റർ വിതരണ ശൃംഖലയുമാണ് ഇവിടെ ഉള്ളത്. പദ്ധതിയുടെ നിർമ്മാണ സമയത്തുണ്ടായ അനാസ്ഥയാണ് കാട് കയറാൻ കാരണമെന്നാണ് പറയുന്നത്. ടാങ്ക് നിർമ്മാണത്തിനായി പുരയിടത്തിൽ നിന്നും വെട്ടിയെടുത്ത വൻമരങ്ങൾ അലക്ഷ്യമായി ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇതിന് മുകളിലായാണ് ടാങ്ക് നിർമ്മിക്കാനായി നീക്കം ചെയ്ത മണ്ണും കൂട്ടിയിട്ടിരിക്കുന്നത്. മഴക്കാലത്ത് മൺകൂനകൾ ഒലിച്ചിറങ്ങി വീടുകളിലേക്ക് കയറുന്നു. മരങ്ങൾക്കും മൺകൂനകൾക്കും അടിയിലുള്ള പൊത്തുകളാണ് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിട്ടുള്ളത്. നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. തെരുവു നായ്ക്കളുടെ ശല്യവും ഇഴജന്തുക്കളുടെ ശല്യവും ഒരേപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ജലസംഭരണിക്ക് ചുറ്റുമതിൽ നിർമ്മിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നും തെരുവുനായ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.
സംരക്ഷണ പദ്ധതികൾ പ്രയോജനം ചെയ്തില്ല. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം 2.5 കിലോമീറ്റർ നീളത്തിലാണ് ചെളിയും മണ്ണും നിറഞ്ഞ് നികന്നത്. ഓണാട്ടുകരയുടെ സ്വന്തം ജലരാജനാകാൻ പള്ളിക്കൽ ചുണ്ടൻ. ചുണ്ടന്റെ നിർമ്മാണത്തിനായി അവലോകന യോഗം. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. 2027 നെഹ്റു ട്രോഫിക്ക് മുമ്പായി നീറ്റിലിറക്കാൻ ശ്രമം. സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം ഡോക്ടർ സോണി ചെറിയാന് സമ്മാനിച്ചു. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. മന്ത്രി PC വിഷ്ണുനാഥ് അവാർഡ് സമ്മാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.